നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സമാധാനം കണ്ടെത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ജയിക്കാനാവണം. 1000 യുദ്ധങ്ങളിൽ 1000 പേരെ ജയിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്, എത്രയോ വലിയ നേട്ടമാണ് സ്വന്തം മനസ്സിനെ ജയിക്കുന്നത്. നമ്മൾ വിജയം കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്, അതിനുള്ള ശ്രമത്തിലാണ്. മറ്റാരേക്കാളും മുന്നിൽ എത്തണം, അയാളെ എനിക്ക് തോൽപ്പിക്കണം, കൂടുതൽ ഉന്നത സ്ഥാനങ്ങൾ എനിക്ക് നേടണം, എനിക്ക് പണം കൂടുതൽ വേണം. ഈ നേട്ടങ്ങളൊക്കെ നമ്മൾ നേടി, പക്ഷേ നമ്മുടെ മനസ്സിനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ നേട്ടങ്ങൾ നമ്മളെ സന്തോഷിപ്പിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ശരിക്ക് പുറത്തല്ല നമ്മുടെ ശത്രുക്കൾ, നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ കോപമുണ്ട്, ഭയം, അഹങ്കാരം, അസൂയ, സംശയങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ അത് നമ്മളെ സമാധാനക്കേടിലേക്കാണ് കൊണ്ടുപോകുന്നത്. ആരെങ്കിലും വിമർശിക്കുമ്പോൾ നമുക്ക് കോപം വരുന്നുണ്ട്, മറ്റൊരാളുടെ വിജയത്തിൽ നമുക്ക് അസൂയ വരുന്നുണ്ട്, ഭാവിയെക്കുറിച്ച് ഉള്ള ഭയങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. ഇതെല്ലാം മനസ്സിൻ്റെ സ്വാഭാവികമായ പ്രതികരണങ്ങളാണ്. അതിന് അടിമയാകാതെ അതിനെ തിരിച്ചറിഞ്ഞ് അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ ആവണം. ആ നിയന്ത്രിക്കുന്ന ഇടത്താണ് സമാധാനം നമുക്കൊപ്പം ചേർന്ന് നടക്കുന്നത്. അതായത് ഒരാൾ നമ്മളോട് കോപിക്കുമ്പോൾ ശക്തമായി നമ്മൾ പ്രതികരിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം, തിരിച്ച് നമ്മൾ കോപിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ശക്തമായി നമ്മൾ പ്രതികരിക്കുന്നില്ലെങ്കിൽ, നമ്മൾ അയാളോട് കോപിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലാണ്. അതേപോലെ മറ്റൊരാളുടെ വിജയത്തിൽ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ്. പുറത്തുള്ള കൈകടികളിലല്ല നമ്മൾ സമാധാനം കണ്ടെത്താൻ നോക്കേണ്ടത്, നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തെയാണ് കണ്ടെത്തേണ്ടത്. ആ ഉള്ളിലുള്ള സമാധാനത്തെ കണ്ടെത്തുന്ന ആളാണ് യഥാർത്ഥ വിജയി. ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സമാധാനത്തെ നമ്മൾ കണ്ടെത്തുക. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അവബോധത്തോടെ, ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കുക. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ കരുണയോടെയും സ്നേഹത്തോടെയുമാണ് ജീവിക്കുന്നത്. അത് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലൂടെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളുടെ ആ വളർച്ചയിൽ എനിക്ക് അസൂയയാണോ വരുന്നത്, സന്തോഷമാണോ വരുന്നത്? സന്തോഷം വരുന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ സത്യസന്ധരായിട്ടാണ് പോകുന്നത്. ജീവിതമെന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് വർഷങ്ങൾ. അത്ര കണ്ട് സമാധാനവും ശാന്തിയും ആനന്ദവും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ കണ്ടെത്തി അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോകത്ത് വന്നിരിക്കുന്നത്. അതിനെ കണ്ടെത്തി നമ്മൾ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതമെന്ന് പറഞ്ഞാൽ ഒരു കലയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരിക്ക് നമ്മുടെ ജീവിതം മറ്റേത് കലയേക്കാളും മഹത്തരമായിട്ടുള്ളൊരു കലയാണ്.
ആ കല നമുക്ക് ആസ്വദിക്കാൻ കഴിയണമെങ്കിൽ അവബോധത്തോടെയുള്ള ജീവിക്കൽ, കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നിറവിൽ അലിഞ്ഞ് ഇല്ലാതാവൽ, എപ്പോഴും ആ സ്വസ്ഥതയും ശാന്തതയും നമ്മൾ അനുഭവിക്കുക. അത് ഓരോ നിമിഷത്തിലും, ഓരോ ചുവടിലും, ഓരോ ശ്വാസത്തിലും അത് അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ്. അതിന് നമുക്ക് കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ